الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وزد وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته فاتقوا الله يا عباد الله സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിലെ സലഫി വാദികളായ ധാരാളം പ്രഭാഷകർ, സംഘടനയുള്ളവരും സംഘടനയില്ലാത്തവരുമായ സംഘടനകളിലെ ധാരാളം സലഫികളെന്ന് വാദിക്കുന്ന പ്രഭാഷകരും പണ്ഡിതന്മാരും ഒക്കെ പറയുന്ന കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ സമസ്ത കുബൂരികൾ, ഖുറാഫികൾ അവർ മുസ്ലിങ്ങൾ തന്നെയാണ്, അവരിൽ ഷിർക്കുണ്ട് എന്ന് പറയുക മാത്രമേ സാധ്യമുള്ളൂ. അവരെ മുശ്രിക്കെന്നോ കാഫിറെന്നോ അവരെ മൊത്തത്തിലോ കൂട്ടമായോ വ്യക്തിപരമായോ പറയാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ പുറകിൽ നമസ്കരിക്കാം എന്ന വാദം ഇവർ പറയാറുണ്ടായിരുന്നു. കാരണം അവർ മുശ്രിക്കുകളോ കാഫിറുകളോ ആയിട്ടില്ല എന്നതുകൊണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ചില ആളുകൾ, ഇവരിൽപ്പെട്ട ഈ സലഫികളെന്ന് പറയുന്നവർ തന്നെ, ഈ പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ, ഇവരിൽ ചിലർ തുടങ്ങിയിട്ടുണ്ട് പറയാൻ ഇവർ ഈ കുബൂരികൾ അവർ ഷിർക്ക് ചെയ്യുന്നവരാണ് എന്നുള്ളത് കൊണ്ട് അവരെ പുറകിൽ നിങ്ങൾ നമസ്കരിക്കേണ്ട എന്ന വാദം, എന്ന ശരിയായ കാര്യം ഇപ്പോൾ ചില ആളുകൾ പറയാൻ തുടങ്ങി. ഇവർ ഷിർക്കുള്ള ആളുകളല്ലേ, അപ്പോൾ ഷിർക്കുള്ള ആളുകളെ പുറകിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് ഇവർ പറയുന്നു. അതേസമയം ഇവർ പറയുന്നു എന്നാൽ അവർ മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയാൻ പാടില്ല താനും. അപ്പോൾ ഇമാം ഇത് പുറകിൽ നമസ്കരിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ ഇവർ പറയുന്നത്. ഇപ്പോൾ ഒരു സമസ്തക്കാരനായ മൂല്യാരി അല്ലെങ്കിൽ സമസ്തക്കാരൻ ഷിർക്കിലുള്ളവരാണല്ലോ, അങ്ങനെയുള്ള ഒരാളെ പുറകിൽ നമസ്കരിക്കാൻ പറ്റുമോ എന്ന് ഇവരോട് ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇത് ധാരാളം പണ്ഡിതന്മാരോടൊക്കെ ചോദിക്കുന്ന, സൗദിയിലൊക്കെയുള്ള ധാരാളം പണ്ഡിതന്മാരോട് പൊതുവെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. അന്യ രാജ്യങ്ങളിലെ നിന്നും ധാരാളം വരുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യം. പഠിച്ച ആളുകൾക്കറിയാം, ഫത്വകളൊക്കെ വായിക്കുന്ന ആളുകൾക്കറിയാം. അപ്പോൾ അതേ ചോദ്യം ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിലെ സലഫി സംഘങ്ങളിലെയും പണ്ഡിതന്മാരോടും പ്രഭാഷകന്മാരോടും അവരുടെ അനുയായികൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് ആദ്യമൊക്കെ കുറേ പിടിച്ചു നിൽക്കാൻ പറ്റി. ഷിർക്കുണ്ടെങ്കിലും മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയാൻ പാടില്ല, അവരെ പുറകിൽ നമസ്കരിക്കണം, അവർ മുസ്ലിങ്ങൾ തന്നെയാണ്, അവരെ കാഫിറാക്കാനോ മുശ്രിക്കാക്കാനോ നിങ്ങൾക്ക് അവകാശമില്ല എന്ന വാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പുറകിൽ നമസ്കരിപ്പിക്കലായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ കുറച്ച് ഈ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആളുകൾ പറയാൻ തുടങ്ങി, ഷിർക്ക് ചെയ്യുന്നവരാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവരെ പുറകിൽ നമസ്കരിക്കാൻ പാടില്ല എന്നത് പറയാൻ തുടങ്ങി. എന്നിട്ട് ഇതേ ആളുകൾ പറയുന്നു, നിങ്ങൾ അവരുടെ പുറകിൽ നമസ്കരിച്ചില്ല എങ്കിലും നിങ്ങൾ അവരെ മുശ്രിക്കോ കാഫിറോ ആക്കിയിട്ടില്ല, ആക്കാൻ പാടില്ല. അതായത് ഷിർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളെ പുറകിൽ നിസ്കരിക്കേണ്ട, അതിനർത്ഥം അയാൾ മുശ്രിക്കായി എന്നോ കാഫിറായി എന്നോ നിങ്ങൾ അയാൾ മുശ്രിക്കോ കാഫിറോ ആക്കി എന്നോ അല്ല എന്ന ഒരു വ്യാജവാദം എന്നോട് കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഷിർക്ക് ചെയ്യുന്നതിൻ്റെ പുറകിൽ നമസ്കരിക്കാൻ പാടില്ല, നമസ്കരിക്കണ്ട എന്നൊക്കെ പറയുന്നത് ശരിയാണ്. കാരണം നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ട കാര്യമല്ലേ ഇമാം മുസ്ലിം ആയിരിക്കണമെന്ന്. ഷിർക്ക് ചെയ്യുന്നവരെങ്ങനെ മുസ്ലിം ആവുക? അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ശരിയാണ്. എന്നിട്ട് ആ ശരി പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവർ കളവ് കൂട്ടിച്ചേർക്കുകയാണ്. എന്താ പറയുന്നത്? നിങ്ങളവരെ മുശ്രിക്കാക്കണ്ട, കാഫിറാക്കണ്ട, നിങ്ങൾ അവരുടെ പുറകിൽ ഷിർക്ക് ചെയ്യുന്നത് കാരണം അവരുടെ പുറകിൽ അവർ നിസ്കരിക്കുന്നില്ല, അതിനർത്ഥം നിങ്ങൾ അവരെ മുശ്രിക്കാക്കിയോ കാഫിറാക്കി മുശ്രിക്കോ കാഫിറോ ആക്കി എന്നല്ല എന്നും ഇവർ കള്ളം കെട്ടിച്ചമക്കുന്നു. സഹോദരങ്ങളെ, ഇത് പച്ചക്കള്ളമാണ്. അഹ്ലുസുന്നയുടെ മൻഹജ്, വിശ്വാസം, നിലപാട്, സംസാരം എന്താണ്? ഷിർക്ക് ചെയ്യുന്നവരാണോ അവർ ബഹുദൈവാരാധകരാണ്, അവർ മുശ്രിക്കുകളാണ്, അതുകൊണ്ട് തന്നെ അവർ കാഫിറുകളുമാണ്. അതൊരു വ്യക്തിയാണെങ്കിലും ശരി, ഒരു കൂട്ടമാണെങ്കിലും ശരി, അവരുടെ പുറകിൽ നമസ്കാരമില്ല. കാരണം അയാൾ മുശ്രിക്കാണ്, മുസ്ലിമല്ല. അയാൾ കാഫിറാണ്, അയാൾ മുസ്ലിമല്ല. അയാൾ കാഫിറും മുശ്രിക്കും ആയതുകൊണ്ടാണ്, നമ്മൾ അയാളെ കാഫിറും മുശ്രിക്കും ആക്കിയത് കൊണ്ടാണ് നമ്മൾ അയാളുടെ പുറകിൽ നമസ്കരിക്കാതിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കേരളത്തിലെ ഈ വ്യാജ സലഫി പ്രഭാഷകർക്ക് അല്ലെങ്കിൽ ഈ വ്യാജ പണ്ഡിതന്മാർക്ക് പറയാൻ പറ്റുക ഷിർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ നമസ്കരിക്കണ്ട, എന്നാൽ അതിനർത്ഥം അവരെ നിങ്ങൾ മുശ്രിക്കാക്കി കാഫിറാക്കി എന്നുമല്ല? ഈ വ്യാജവാദം ഇവർക്ക് എവിടുന്ന് കിട്ടി? അഹ്ലുസുന്ന പറയുന്നത് അവരുടെ പുറകിൽ നമസ്കരിക്കണ്ട എന്ന് പറയുമ്പോൾ തന്നെ അവരെ നിങ്ങൾ മുശ്രിക്കും കാഫിറുമാക്കി. മൻ അശ്റക ബില്ലാഹ് ഫഹുവ മുശ്രിക്. ആരാണോ അള്ളാഹുൽ പങ്കു ചേർത്തത് അവൻ പങ്കു ചേർത്തവനാണ്.
ആരാണോ അള്ളാഹുൽ ഷിർക്ക് വെച്ചത് അവൻ മുശ്രിക്കാണ്. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അഹ്ലുസുന്നയുടെ സംസാരവും വിശ്വാസവും പ്രവർത്തനവും നിലപാടും എല്ലാം ഒന്നാണ്. അതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അല്ലാതെ കൽബിലൊന്ന് കൊണ്ടുവെക്കുക, നാവ് കൊണ്ട് വേറൊന്ന് പറയുക, കൽബിലൊന്ന് കൊണ്ടുവെക്കുക, നാവ് കൊണ്ട് വേറെ പറയുക, കൈകാലുകൾ കൊണ്ട് വേറെ പ്രവർത്തിക്കുക, ആ പരിപാടി അഹ്ലുസുന്നക്കില്ല. അത് ജഹ്മിയാക്കളെയും മുർജിയാക്കളെയും പരിപാടിയാണ്. അത് അഹ്ലുസുന്നയുടെ മനഹജല്ല, അഹ്ലുസുന്നയുടെ അഖീദ, അഹ്ലുസുന്നയുടെ സംസാരമൊന്നുമല്ല. അത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമ്മൾ ധാരാളം ആളുകളോട് അൽഹംദുലില്ലാഹ് ഇത് ഉണർത്തി കൊടുക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ പല സഹോദരങ്ങൾക്കും ഈ സംഘങ്ങളുമായും സംഘടനകളുമായും ഒക്കെ ഒത്തു നിൽക്കുന്ന പല ആളുകൾക്കും ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും പരിപൂർണമായി ബോധ്യമായിട്ടില്ല. അത് പഠിക്കണം എന്ന് നമ്മൾ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ ഞാൻ ഈ അടുത്ത കാലത്തെ നമ്മുടെ നാട്ടിലെ എന്നല്ല, സൗദി അറേബ്യയിലെ മഹാന്മാരായ ഉന്നതന്മാരായ ചില പണ്ഡിതന്മാരുടെ ഫത്വകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞതാണോ ശരി, അതല്ല ഇവർ പറയുന്ന പോലെയാണ്, ശിർക്ക് ചെയ്യുന്നവനാണെങ്കിലും മുശ്രിക്കാക്കണ്ട, കാഫിറാക്കണ്ട, അയാൾ മുശ്രിക്കോ കാഫിറോ ആയിട്ടില്ല, നിങ്ങളയാളെ പുറകിൽ നമസ്കരിക്കണ്ട എന്ന് മാത്രം എന്ന ഇവരുടെ വ്യാജവാദമാണോ, അതല്ല ഞാൻ പറയുന്ന പോലെ അയാൾ മുശ്രിക്കും കാഫിറും ആയതുകൊണ്ടാണ് അയാളുടെ പുറകിൽ നമസ്കാരം ശരിയാവാത്തത് എന്ന ശരിയായ വാദമാണോ, ഞാൻ പറയുന്ന വാദമാണോ ശരി എന്ന് നിങ്ങൾക്ക് ഈ ഫത്വയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഖുർആൻ അറിയുന്ന ഒരാൾക്ക്, അള്ളാഹുവിൻ്റെ മതം അറിയുന്ന ഒരാൾക്ക് യാതൊരു സംശയം വരാത്ത കാര്യമാണ്. ഇത് ഖുർആൻ അറിയില്ല, ഹദീസുകൾ അറിയില്ല, അഹ്ലുസുന്നയുടെ മനഹജ് അറിയില്ല, ഈ പ്രഭാഷകരും പണ്ഡിതരും പറയുന്നത് മാത്രമാണ് ഇവരുടെ ദീന് എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ വഴികേടിലായിട്ടുള്ളത്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കിതാബിലോട്ട് തിരിച്ചാൽ യാതൊരു സംശയമില്ലാതെ ഒരു വ്യക്തിക്ക് അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യമാണ്. അതിന് കീഴ്പ്പെടണം എന്ന് മാത്രം. അള്ളാഹു പറഞ്ഞതും റസൂല് പറഞ്ഞതും കേൾക്കുമ്പോൾ അത് പോരാ, എനിക്ക് ഫൈസൽ മൗലവി പറഞ്ഞുകൂടി കേൾക്കണം, അത് പോരാ എനിക്ക് പക്ഷേ അനസ് മൗലവി പറഞ്ഞുകൂടി കേൾക്കണം, അത് പോരാ എനിക്ക് സുബൈർ മൗലവിയോ സാജിദോ ഇവരാരെങ്കിലും പറഞ്ഞുകൂടി കേൾക്കണം, ഇങ്ങനെയായ നേർവഴിയിലോട്ട് ഇങ്ങോട്ട് അള്ളാഹു കൊണ്ടുവരില്ല. അള്ളി റസൂല് പറഞ്ഞ അവിടെ മുറിക്കണം. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വറസൂലു അത്തിഉല്ലാഹ വഅത്തിഉ റസൂൽ വലാ തുബ്തിലു അഅമാലക്കും. അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കാൻ നിങ്ങളെ അമാലിനെ പൊളിച്ചു കളയണ്ട. അപ്പോൾ അവിടെ നിർത്തണം. അതിന് ശേഷം പിന്നെ അയാൾ വേണം, ഇയാൾ വേണം, ഇന്ന ആൾ വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇഷ്ടംകാർക്ക് ആര് പറഞ്ഞാലും സ്വീകാര്യമില്ല, ഫൈസൽ മൗലവിയും കൂട്ടരും പറയണം. KNMമാർക്ക് ആര് പറഞ്ഞാലും സ്വീകാര്യമില്ല, അവരെ പണ്ഡിതന്മാർ വരണം. അതേപോലെ തന്നെ മറ്റ് സംഘങ്ങളും കുറേ സംഘങ്ങളുണ്ടല്ലോ, ഇവരൊന്നും എല്ലാവരും പറയുന്നത് മറ്റവൻ ഹിസ്ബിയാണ്. എല്ലാ സംഘത്തിനും സംഘടനക്കും മറ്റേ ആൾ ഹിസ്ബിയ, നമ്മൾ അഹ്ലുസുന്നയും, അവർ മാത്രം അഹ്ലുസുന്ന. സഹോദരങ്ങളെ, അങ്ങനെ ഒരു സംഭവം അള്ളാഹുവിൻ്റെ മതത്തിലില്ല. അഹ്ലുസുന്ന ഒരു ഗ്രൂപ്പ് ആയിക്കോളുന്ന നിർബന്ധമൊന്നുമില്ല. അഹ്ലുസുന്ന ചിലപ്പോൾ ഒരാൾ മാത്രമാവാം. അത് ആരാണോ അള്ളാഹുവിൻ്റെ കിതാബിനും റസൂലിൻ്റെ സുന്നത്തിലും അടിയുറച്ച് നിന്ന് അതനുസരിച്ച് വിശ്വാസം, അതനുസരിച്ച് സംസാരം, അതനുസരിച്ച് നിലപാട്, അവനാണ് അഹ്ലുസുന്ന. അത് ചിലപ്പോൾ ഒരാളായേക്കാം, 10 ആളായേക്കാം, 100 ആളായേക്കാം. അപ്പം അത് ഏതെങ്കിലും സംഘത്തിൻ്റെയോ സംഘടനയുടെ പേര് പറഞ്ഞോ അതിനോട് ചാഞ്ഞു നിന്നുകൊണ്ടോ അഹ്ലുസുന്നയാണ് എന്ന് വാദിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ വാദിക്കേണ്ട കാര്യവുമല്ല. അങ്ങനെ വാദിച്ചാൽ ആവുന്ന ഒന്നുമല്ല അഹ്ലുസുന്ന. അത് മനസ്സിലാക്കണം. ആരാണോ കിതാബ് അനുസരിച്ച് സംസാരിക്കുന്നത്, അള്ളാഹുവിൻ്റെ കിതാബ് അനുസരിച്ച് സംസാരിക്കുന്നത്, ആർക്കാണോ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് തെളിവുള്ളത് അവനാണ് അഹ്ലുസുന്ന. ആർക്കാണോ റസൂലിൻ്റെ സ്വഹീഹ് ഹദീസുകളിൽ നിന്ന് തെളിവുള്ളത് അവനാണ് അഹ്ലുസുന്ന. അത് നമ്മുടെ കയ്യിലാണ്. അത് നമ്മൾ തെളിയിക്കും. അൽഹംദുലില്ലാഹ്. ആർക്കും വരാം, എപ്പോഴും വരാം, സംവദിക്കാം, ചോദിക്കാം. നമ്മൾ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇത് വ്യക്തമായി മനസ്സിലാക്കി അവനവൻ്റെ ദീൻ ശരിയാക്കണം എന്നുള്ളൊരു നസീഹത്തേ ഇതിലുള്ളൂ. വേറെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും നമ്മൾ ഫത്വയിലോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഫത്വകൾ ഞാനിവിടെ വായിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞതാണോ ശരി, അതല്ല ഇവർ പറയുന്ന ഈ ശിർക്ക് ചെയ്യുന്നവനാണെങ്കിലും അവൻ മുശ്രിക്കായിട്ടില്ല, കാഫിറായിട്ടില്ല, അവൻ്റെ പുറകിൽ നിസ്കരിക്കാതിരുന്നാൽ മാത്രം മതി എന്ന വാദമാണോ ശരി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ ഒരു ഫത്വ കാണാം ഇൻഷാ അല്ലാഹ്. ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിൻ്റെ കിതാബ് ഫത്വ, ഇത് മക്തബ ഷാമിലിൽ പോലെ കാണാൻ കഴിയുന്നതാണ്. ഫത്വ നൂർ അല ദർബ് ഇബ്നു ബാസ്. ഇബ്നു ബാസിൻ്റെ ഫത്വ സമാഹാരമാണ് നൂർ അല ദർബ്. അത് അദ്ദേഹം ഈ നൂർ അല ദർബ് എന്ന പ്രോഗ്രാമിൽ പറഞ്ഞ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും ഉൾക്കൊണ്ട കിതാബാണ്. ആ കിതാബിൻ്റെ 12-ാം വോള്യം 112-ാമത്തെ പേജിൽ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുക. ഇസാക്കാൻ അൽ ഇമാം അല്ലദി യുമ്മൽ മുസല്ലീന മിമ്മൻ യതഖിദൂന ഫിൽ ഔലിയാ വസ്വാലിഹീൻ വയുജവ്വിസൂന ലിസ്തിഗാസത ബിഹിം ഫഹൽ നുസല്ലി ഖൽഫഹു.
അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഇമാമ് മുസ്ലിമീങ്ങൾക്ക് ഇമാമ് നിൽക്കേണ്ട ആൾ, അയാൾ ഈ ഇസ്തിഗാസ, മരിച്ചവരോട് ഇസ്തിഗാസൊക്കെ അനുവദിക്കുന്ന ആളാണ് എങ്കിൽ ഈ ഔലിയാക്കളെയും സ്വാലിഹ്യങ്ങളൊക്കെ ഉള്ള വിശ്വാസമൊക്കെ കൊണ്ടു നടക്കുന്ന ആളാണ്. അതായത് അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരോട് തേടാം, അവർ മുഖേന അങ്ങനെയുള്ള വിശ്വാസം, നമ്മുടെ നാട്ടിലെ കുബൂരുകളുടെ വിശ്വാസം അതുള്ള ആളാണെങ്കിൽ അയാളുടെ പുറകെ ഞങ്ങൾ നമസ്കരിക്കണമെന്ന് ചോദിക്കണം. അപ്പോൾ അദ്ദേഹം അതിന് ജവാബ് കൊടുക്കണം, ഹാദ ലാ യുസല്ല ഖൽഫ, ഇയാളെ പുറകിൽ നമസ്കരിക്കരുത്, ഹാദ കാഫിറുൻ, ഇയാൾ കാഫിറാണ്. ഷെയ്ഖ് ഉനവാസ് പറയാണ്. ഈ ചോദ്യം നമ്മുടെ നാട്ടിലെ KNMമാരനോ വിസ്റ്റംകാരനോടോ ഈ സംഘടനയില്ലാത്ത സലഫി സംഘങ്ങളോടോ ചോദിച്ചാൽ അവരാളുകൾ എന്ത് പറയും? നിങ്ങൾ ശിർക്ക് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കേണ്ട, ചില ആളുകൾ ശിർക്ക് ചെയ്താൽ നമസ്കരിക്കണം എന്ന് പറയും, അതാണ് കൂടുതൽ. എന്നാൽ അപ്പോൾ കുറച്ച് ആൾക്കാർ ശിർക്ക് ചെയ്യുന്നവരെ പുറകിൽ നമസ്കരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഓൻ കാഫിറായിട്ടില്ല. ഏത്? അപ്പോൾ ഇത് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ വ്യാജ സലഫി പ്രഭാഷകൻ പറയും ശിർക്ക് ചെയ്യുന്നത് നമസ്കരിക്കേണ്ട, പക്ഷെ ഓനെ കാഫിറായിട്ടില്ല, ഓനെ നിങ്ങൾ കാഫിറാക്കും വേണ്ട. ഷെയ്ഖ് ഉനവാസ് എന്താ പറഞ്ഞു? ഹാദാ ലാ യുസല്ല ഖൽഫ, അവൻ്റെ പുറകിൽ നമസ്കരിക്കരുത്, ഹാദാ കാഫിറുൻ, അവൻ കാഫിറാണ്. إذا كان يجوز الاستغاثة بغير الله ودعاء الأموات والاستغاثة بالأموات أو طواف بالقبور فهذا لا يصلي خلفه ولا كرامة لأنه كافر ولا كرامة إلا لأنه كافر. അവൻ കാഫിറാണ്. 2 പ്രാവശ്യത്തെ കാഫിർ ലാ യുസല്ലി ഖൽഫ, 2 പ്രാവശ്യം പറഞ്ഞു കാഫിറാണ്, അവൻ്റെ പുറകിൽ നിസ്കരിക്കരുത്. ഇത് ആരോടാ പറയുന്നത് സഹോദരങ്ങൾ? ഇത് ആരോടാ പറയുന്നത്? ഇത് എല്ലാവരോടും പറയണ്ടേ? നിങ്ങൾ ഒരാളെ ഒരു ഇസ്തിഗാസ ചെയ്യുന്ന ഒരു ഔലിയാക്കളെ സ്വാലിഹ്യങ്ങളെ ഒക്കെ വെച്ച് ശിർക്കം വിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരാളെ കണ്ടാൽ ആ ആൾ അങ്ങനത്തെ ആളുകൾ ആ കൂട്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ പുറകെ നിസ്കരിക്കാൻ പാടില്ല. അതാ കാഫിറും, അവൻ കാഫിറാണ്. ഇതാണ് അതിൻ്റെ ശരി, ഇതാണ് അഹ്ലു സുന്നയുടെ മനഹജ്, ഇതാണ് നമ്മുടെ മനഹജ് ആവേണ്ടത്. ഇനി നമുക്ക് അടുത്ത ഒരു ഫത്വ കൂടി കാണാം. ഇതിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, കെനിയ എന്ന് വന്നൊരു ചോദ്യം ചോദിക്കണം. യഖൂലു ഹാദ സായിൽ മിൻ കെനിയ എന്നുള്ള ചോദ്യമാണ്. ഹൽ തസിഹു സ്വലാത്ത് ഖൽഫ ഇമാം മുബ്തദി യസ്തഖിൽ ബിഅമാലി ശഊദത്ത് ബിസ്സിഹർ വമാ ഹുക്മു സ്വലാത്ത് ഖൽഫ ഹാദാ ഇദാ കാന സല്ലൈന ഖൽഫ ഹാദൽ ഇമാം ഇദ്ദത സലവാത്ത്. അദ്ദേഹം അതിനോട് കെനിയെന്ന് ഇതേപോലത്തെ ചോദ്യം ചോദിച്ചാണ്. അദ്ദേഹം അതിന് മറുപടി കൊടുക്കുക. ജവാബ് ഇദാ ഇൻ കാനത് ബിദഅത്തുൻ തുഖ്രിജു മിനദ്ദീൻ ലം തുസിഹ് സ്വലാത്ത് ഖൽഫഹു. ഈ ഒരു ബിദഅത്തുകാരൻ്റെ പുറകെ നമസ്കാരം ശരിയാവുമെന്ന് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇയാളുടെ ബിദഅത്ത് മതത്തിൽ നിന്ന് പുറത്താക്കുന്നതാണെങ്കിൽ അവൻ്റെ പുറകെ നമസ്കാരം ശരിയാവില്ല. അമ്മ ഇൻകാന ബിദഅത്തുൻ മാ തുഖ്രിജു മിനദ്ദീൻ, ഇനി അഥവാ മതത്തിൽ നിന്ന് പുറത്താക്കാത്ത ബിദഅത്താണെങ്കിൽ കുഴപ്പമില്ല. ഇനി അദ്ദേഹം അതിന് താഴെ പറയുന്നു, അമ്മ ഇദാ കാനത് ബിദഅത്തുൻ തുകഫിറുഹു. ഇനി ഈ ബിദഅത്ത് അയാൾ കൊണ്ടുവന്ന പുതുകാര്യം, ഷിർക്കിനും കുഫ്റിനും ഇസ്ലാമിൽ ബിദഅത്ത് എന്ന് പറയും, പക്ഷെ അത് ഷിർക്കും കുഫ്റുമായ ബിദഅത്ത് ആയിട്ട് പരിഗണിക്കുള്ളൂ. ബിദഅത്തിൽ ഷിർക്കാവുന്നതുമുണ്ട്, കുഫ്റാവുന്നതുമുണ്ട്, അതുപോലെ ഷിർക്കും കുഫ്റും ആവാത്തതും മതത്തിൽ നിലനിൽക്കുന്നതുമുണ്ട്. അമ്മ ഇദാക്കാൻ എന്നിട്ട് അദ്ദേഹം പറയുന്നത് അമ്മ ഇദാക്കാൻ അത് ബിദഅത്തുൻ തുകഫിറുഹു. ഇനി ഈ ബിദഅത്ത് അയാൾ കൊടുക്കുന്ന ഈ പുതുവാദം അത് അയാളെ തക്ഫീർ ചെയ്യപ്പെടുന്ന ബിദഅത്താണ് എങ്കിൽ കദുആ ഗൈരില്ല, അതായത് എങ്ങനത്തെ ബിദഅത്ത്? അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, വൽ ഇസ്തിഗാസത ബിഗൈരില്ല, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുക, വന്നസർ ലിഗൈരില്ല, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച അറവ്, വസബ് ലിഗൈരില്ല അറവ്, അല്ലാഹു അല്ലാത്തവർ ഹാദാ ലാ യുസല്ല ഖൽഫ. ഈ ആളെ പുറകെ നിസ്കരിക്കരുത്, ഹാദാ മുശ്രിക്കുൻ, അയാൾ മുശ്രിക്കാണ്. ഹാദാ മുശ്രിക്കുൻ, ഷെയ്ഖ് ഉനവാസ് പറയണ ഹാദാ മുശ്രിക്, അയാൾ മുശ്രിക്കാണ്, അതുകൊണ്ട് അയാളെ പുറകെ നിസ്കരിക്കരുത്. കുബൂരിൻ്റെ കാര്യം ചോദിച്ചത്, കെനിയെന്നാണ് ചോദിച്ചത് കേട്ടോ. ഇന്ത്യയിൽ നിന്ന് ചോദിച്ച പോലെ ചോദിച്ച് കണ്ടാൽ മതി, ഇസ്ലാമിക രാഷ്ട്രമൊന്നുമല്ല, സാധാ കെനിയെന്നാണ് ചോദിച്ചത്. ഇങ്ങനെ കുബൂരുണ്ട്, കുബൂരിൻ്റെ പുറകെ നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദ്യമാണ് അദ്ദേഹം പറയുന്നത്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുക, അങ്ങനെയുള്ള ആളെ പുറകിൽ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച ചെയ്യുക, അറിവ് നടത്തുക, അങ്ങനെ ആളെ പുറകിൽ നിസ്കരിക്കരുത്, ഹാദാ മുശ്രിക്കുൻ, അവൻ മുശ്രിക്കാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്കും ബാധകം. എല്ലാവരോടും നമുക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ കുബൂരികളുടെ പുറകിൽ, സമസ്ത കുബൂരികളുടെ പുറകിൽ നിസ്കരിക്കാൻ പാടില്ല. കാരണം അവർ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. സിമ്പിൾ ആസ് ദാറ്റ്. എന്താണ് ഇത് ജനങ്ങളെ തലയിൽ കയറാത്തത് മനസ്സിലാവില്ല. അല്ലാഹുൽ മുസ്തആൻ. ഇനി അടുത്ത ഫത്വ നോക്കാം. ഇത് അബ്ദുല്ലാ ബിൻ മുഹമ്മദ് അൽ ഗുനൈമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്നും സൗദിയിൽ ജീവിച്ചിരിപ്പുള്ള ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം മസ്ജിദ് നബവിയിൽ ക്ലാസ് എടുക്കുന്ന ഒരു പണ്ഡിതനാണ്. കുറേ ആളുകൾക്ക് അറിയുന്നുണ്ടാവും. അദ്ദേഹത്തിനോട് വേണമെങ്കിൽ വീണ്ടും ചോദിക്കാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച്. നമ്മൾ പറയുന്ന ഫത്വ ശരിയാണോ എന്ന് വീണ്ടും അദ്ദേഹത്തിനോട് ചോദിക്കാവുന്നതുമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്നും നമുക്ക് വായിക്കാം. അദ്ദേഹത്തിൻ്റെ കിതാബ് ശറഹ് ഫത്തുൽ മജീദ് അൽ ഗുനൈമാൻ, അതിൽ 87/141 കാണാം.
തവക്കൽ മിൻ അമാലിൽ ഖൽബ് മൻ യതവക്കൽ അലാ ഗൈരില്ല ഫലിയജൂസ് സ്വലാത്ത് ഖൽഫ. അദ്ദേഹത്തിനോട് ചോദിക്കണം, അള്ളാഹു അല്ലാത്തവരുടെ മേൽ തവക്കുലാക്കിയ ആൾ ഫഹൽ യജൂസ് സ്വലാത്ത് ഖൽഫ, അയാളുടെ പുറകിൽ, അതായത് ഷിർക്കാണ് സംഭവം, ഷിർക്ക് ചെയ്യുന്ന ആളുടെ പുറകിൽ നമസ്കാരം സ്വഹിയാവോ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം അതിന് ഇത് കൊടുക്കുകയാണ്. മായുദരീന അന്നഹു യതവക്കൽ അലാ ഗൈരില്ല അത്തവക്കുൽ ഹുവ ഇഅ്തിമാദുൽ ഖൽബ് വഅമലുൽ ഖൽബ് വഇദാ തബയ്യന അന്നഹു യതവക്കൽ അലാ ഗൈരില്ല ഫി ഹുസൂലിൽ ഉമൂരി ലാ തഹ്സുൽ ഇല്ലാ മിനല്ലാഹി ഫഹുവ മുശ്രിക് വൽ മുശ്രിക് ലാ യുസല്ലി ഖൽഫ. അപ്പോൾ മുശ്രിക്കിൻ്റെ പുറകിൽ നമസ്കാരം പാടില്ല. അൽ മുശ്രിഖു ലാ യുസല്ല ഖൽഫ എന്ന് അദ്ദേഹം പറയുകയാണ്. ആരാണ്? ഷെയ്ഖ് ഗുനൈമാൻ. അദ്ദേഹം പറയുകയാണ്, ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, അദ്ദേഹത്തിനോട് പോയി ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവിടെയും പറയുന്നത്, ഇസ്തിഗാസ, മരിച്ചവരോടൊക്കെ ഇസ്തിഗാസ ചെയ്യുന്നവൻ, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുടെ മേൽ ഭരമേൽപ്പിച്ചവർ, അവർ മുശ്രിക്കുകളാണ്. അയാൾ മുശ്രിക്ക് ആയതുകൊണ്ട് വൽ മുശ്രിഖു ലാ യുസല്ല ഖൽഫ, മുശ്രിക്ക് ആയതുകൊണ്ട് മുശ്രിക്കിൻ്റെ പുറകിൽ നമസ്കാരമില്ല എന്നാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നത് ഷിർക്ക് ചെയ്യുന്ന ആളാണ്, പക്ഷേ അയാളെ പുറകിൽ ഷിർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് നമസ്കരിക്കണ്ട, പക്ഷെ ആൾ മുശ്രിക്കോ കാഫിറോ അല്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ ചില വ്യാജ സലഫി പ്രഭാഷകർ പറയുന്നത്. സത്യത്തിൽ അതല്ല ശരിയെന്ന് ഉലമാക്കൾ പറയുന്നു. ഇനി അടുത്തത് നോക്കാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ കിതാബുൽ ഇക്കാൽ ബാബുൽ മഫ്തൂഹ് എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നു, ഇത് 11/55 കാണാം. സ്വലാത്ത് ഖൽഫ ഇമാമും മുബ്തദി ആയ ഒരു ഇമാമിൻ്റെ പുറകിലുള്ള സ്വല നമസ്കാരം. അൽ തസിഹു സ്വലാ ഖൽഫ ഇമാമും മസ്ജിദ് യഖൂൽ ഇന്നൽ ഖുർആന മഖ്ലൂഖ് വഇൻ സാഹിബുൽ കബീറ മുഖല്ലിദുൻ ഫിന്നാർ. അങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ ചോദ്യം ഒരു മുബ്തദിയായ ഇമാമിൻ്റെ പുറകിൽ നമസ്കരിക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ അതിൽ അദ്ദേഹം താഴെ ഇതേപോലെ ഷിർക്കും കുഫ്റുമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുടെ പുറകിൽ നമസ്കരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നഖൂലു എന്ന് പറഞ്ഞ അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്. എന്നിട്ട് ഇതിന് 3-ാമത്തെ വരിയിൽ കാണാം, ഇൻകാനത്ത് ബിദ്അത്തുൻ മുകഫിറ ഫഇന്ന സ്വലാത്ത ഖൽഫ ലാ തസിഹ് ലിഅന്നഹു കാഫിർ വൽ കാഫിറു ലാ സ്വലാത്ത ലഹു വലാ ഇമാമത. ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ കുഫ്രായ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ബിദഅത്ത്, ഒരു ഇമാമുണ്ട്, ആ ഇമാമിൻ്റെ ബിദഅത്ത് കുഫ്രായ കാര്യമാണെങ്കിൽ അയാളുടെ പുറകിൽ നമസ്കാരമില്ല. ഫഇന്ന സ്വലാത്ത ഖൽഫഹു ലാ തസിഹ്, അയാളുടെ പുറകിലുള്ള നമസ്കാരം സഹീഹാവുകയില്ല. ലിഅന്നഹു കാഫിർ, അയാൾ കാഫിർ ആയതുകൊണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. കുഫ്രോ ഷിർക്കോ ആയ ഷിർക്ക്, ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ഷിർക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ കുബൂരികളൊക്കെ ഷിർക്ക്, ബഹുദൈവാരാധന, അള്ളാഹു അല്ലാത്തവരിൽ പങ്കു ചേർക്കുക, ളുൽമുൽ അലീം, ഇന്ന ശുർക്കല ളുൽമുൽ അലീം, ഏറ്റവും വലിയ മഹാപാപം ബഹുദൈവാരാധന, അള്ളാഹുൽ പങ്കു ചേർക്കുക, ഷിർക്ക് ബില്ല. അത് ചെയ്യുന്ന ആളുകളുടെ പുറകിൽ പോലും മുസ്ലിമായി പരിഗണിക്കണം, കാഫിറോ മുശ്രിക്കോ ആയി പരിഗണിക്കരുത് എന്ന വാദമാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്കുള്ളത്. ഇവിടെ ഇമാമുകളും ഈ ഉലമാക്കളൊക്കെ എന്താ പറയുന്നത്? അവരെ പുറകിൽ നമസ്കരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അവർ മുശ്രിക്കുകളും കാഫിറുകളും ആയതുകൊണ്ടാണ്. ലിഅന്നഹു കാഫിർ വൽ കാഫിറു ലാ സ്വലാത്ത ലഹു വലാ ഇമാമ. ഇബ്നു തൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് കാഫിറിന് നിസ്കാരമില്ല, ഇമാമത്തുമില്ല. അപ്പോൾ അത് ഇബ്നു തൈമീൻ. ഇനി മുഹമ്മദ് മുഖ്താർ ഷിൻഖീതി അദ്ദേഹത്തിൻ്റെ കിതാബിൽ കാണാം. പിന്നെ ഇതിൻ്റെ 18/61 പേജിൽ കാണാം. അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുകയാണ്, ഇതൊക്കെ ഇമാം ഫാസിഖൻ ഫിസ്കൻ അക്ബർ ചെയ്ത ഇമാമ് കാന യകൂനു മിമ്മൻ യസ്തഗീസു ബിൽ ഖുബൂർ വയഖ ഫീ ശിർകിയാത്ത് ഫൽ ഹദൂദു സ്വലാത്ത് ഖൽഫ. അതായത് ഇമാമ് ഖബറാളികളോട് ഇസ്തിഗാസ ചെയ്യുന്ന ആളാണ്, അതുപോലുള്ള ഷിർക്കുകളിലൊക്കെ വീണ് പോയ ആളാണ്. ഫഹൽ തജൂസു സ്വലാ ഖൽഫ, അയാളുടെ പുറകിൽ നമസ്കാരം അനുവദനീയമാണോ എന്ന ചോദ്യം. സെയിം എഗെയിൻ വീണ്ടും നമ്മുടെ നാട്ടിലെ സമസ്ത കുബൂരികൾ പോലുള്ള ആളുകൾ, ഇസ്തിഗാസവാദികളും ഷിർക്കൊക്കെ ചെയ്യുന്ന ആളുകൾ, ഷിർക്കിൻ്റെ ആളുകൾ ആയ ആളുടെ മേൽ അങ്ങനെയുള്ള ഇമാമിൻ്റെ പുറകിൽ നമസ്കാരം സ്വഹിയാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ജവാബ് കൊടുക്കും, ലാ തജൂസു സ്വലാ വറാ കാഫിർ. ശ്രദ്ധിക്കണം, ലാ തജൂസു സ്വലാ വറാ കാഫിർ. എന്താ അദ്ദേഹം പറഞ്ഞത്? കാഫിറിൻ്റെ പുറകിൽ നമസ്കാരം അനുവദനീയമല്ല. നമ്മുടെ നാട്ടിലെ വ്യാജ സലഫി പ്രഭാഷകർ പറയുന്ന പോലെ ഷിർക്ക് ചെയ്യുന്നത് കൊണ്ട് അയാളെ പുറകിൽ നമസ്കരിക്കണ്ട, പക്ഷെ ആളെ കാഫിറോ മുശ്രിക്കോ എന്ന് പറയണ്ട എന്ന് അദ്ദേഹം പറഞ്ഞോ? ഷിൻഖീതി അദ്ദേഹം പറഞ്ഞോ? അദ്ദേഹത്തിൻ്റെ കിതാബ് ഇത് നിങ്ങൾക്ക് വക്തബ ഷാമലയിൽ പോയാൽ കാണാൻ പറ്റും. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല സഹോദരങ്ങളെ, ഇവർ പറയുന്നത് പച്ച കള്ളമാണ്. ഈ നമ്മുടെ നാട്ടിലെ ഏത് സംഘടനയുടെയും സംഘത്തിൻ്റെയും ആളുകളായി പ്രഭാഷകർ പറയുന്നുണ്ടല്ലോ, ഈ സമസ്ത കുബൂരികൾ അവരെ പുറകിൽ നിസ്കരിക്കണ്ട,
ഏത് ഷിർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ആളെ മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയാൻ പാടില്ല എന്ന് പറയുന്ന പച്ചക്കള്ളം. ഷിർക്ക് ചെയ്യുന്നവനാണ് അവനെ മുശ്രിക്കും കാഫിർ എന്ന് തന്നെ പറയണം, അങ്ങനെ തന്നെ പരിഗണിക്കാനും പാടുള്ളൂ. ലാ തജൂസു സ്വലാ വറാ കാഫിർ, കാഫിറിന്റെ പുറകിൽ നമസ്കാരം അനുവദനീയമല്ല. മനസ്സിലായ? പറയുന്നുണ്ട്, അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ കാഫിർ ആയതുകൊണ്ട് അയാളെ പുറകെ നമസ്കരിക്കേണ്ട എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് അഹ്ലുസുന്നയുടെ മനഹജും നമ്മുടെ മനഹജും. ആ മനഹജിലോട്ട് എല്ലാവരും വരണം. ഇനി ലജ്ന ദായിമയുടെ ഒരു ഫത്വ വായിക്കാം. കിതാബ് ഫത്വ ലജ്ന ദായിമ മജ്മുഅത്തുൽ ഊല 1-ാം വാല്യം. ചോദ്യം ഇതാണ്: ഹൽ തജൂസു സ്വലാ ഖൽഫ ഇമാമു മുബ്തദി? നേരത്തെ പറഞ്ഞ പോലെ ഒരു മുബ്തദിയായ ഇമാമിന്റെ പുറകിൽ നമസ്കാരം അനുവദനീയമാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം നോക്കുക. ഉത്തരം എന്താണ്? ഇതിൽ ബിദ്അത്ത് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഷിർക്കിന്റെ കാര്യം പറയുന്നുണ്ട്. ഫഇൻലം യഖ്ബൽ വകാനത് ബിദ്അത്തു ഷിർകിയത്തൻ കമൻ യസ്തഗീസു ബിൽ അംവാത് ഔ യദ്ഹു മിൻ ദൂനില്ലാ ഔ യസ്ബഹുലഹും ഫലാ യുസല്ല വറാഹു ലിഅന്നഹു കാഫിർ. അവിടെ പറയുന്നുണ്ട് വകാനത് ബിദ്അത്തും ഷിർകിയത്തും. ഈ ഇമാമിന്റെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് എങ്കിൽ, ഷിർക്കിനെയും ബിദ്അത്തായിട്ട് പറയും. പിന്നെ അത് ഷിർക്കായത്, അത് ഷിർക്കും ഒരു മതത്തിൽ പുതുതായിട്ട് കയറ്റി കൊടുത്ത, അള്ളാഹുവിന്റെ മതത്തിൽ പുതുതായിട്ട് കയറ്റി കൊടുത്ത സംഭവമാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുക, അങ്ങനെ പറയുന്നതാണ്. അല്ലാതെ കുഫ്രല്ലാത്ത ഷിർക്ക് എന്ന രീതിയിൽ പറയുന്നതല്ല, അത് ഭാഷാപരമായി അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇയാളുടെ ബിദ്അത്ത് ഷിർക്കാണ് എങ്കിൽ കമൻ യസ്തഗീസു ബിൽ അംവാത് ഔ യദ്ഹു മിൻ ദൂനില്ലാ, എങ്ങനെയുള്ള ബിദ്അത്തുകൾ, ഷിർക്കായ ബിദ്അത്തുകൾ എന്തൊക്കെ? ഇസ്തിഗാസ, മരിച്ചവരോട് ഇസ്തിഗാസ ചെയ്യുക, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, ഔ യസ്ബഹു ലഹും, അങ്ങനത്തെ മരിച്ചവർക്ക് വേണ്ടി നേർച്ച ചെയ്യുക, വലാ യുസല്ലാ വറാഅഹു, അങ്ങനെയുള്ള ആളാണ് അയാളെ പുറകിൽ നമസ്കരിക്കരുത്. ലിഅന്നഹു കാഫിർ, കാരണം അയാൾ കാഫിറാണ്. ശ്രദ്ധിച്ചല്ലോ, ലജ്ന ദായിമയുടെ ഫത്വയാണ്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആധികാരിക ഫത്വ ബോഡിയാണ് സൗദി അറേബ്യയിലെ ലജ്ന ദായിമ, അഹ്ലുസുന്ന അംഗീകരിക്കുന്ന. ആ ലജ്ന ദായിമ എന്താ പറഞ്ഞത്? ഇസ്തിഗാസ ചെയ്യുന്ന, ഇങ്ങനെ ഷിർക്ക് ചെയ്യുന്ന ആളെ പുറകിൽ നിസ്കരിക്കാൻ പാടില്ല, കാരണം അയാൾ കാഫിറാണ്. മനസ്സിലായ? എത്ര ഫത്വകൾ കിട്ടും സഹോദരങ്ങളെ? ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. ഇനി അടുത്തത് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ത്വൈജീരി, അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്ന് കാണാം. കിതാബുൽ മൗസൂഅത്തുൽ ഫിഖ് അൽ ഇസ്ലാമി എന്ന കിതാബിലെ 2/510 ഹുക്മു സ്വലാ ഖൽഫ മൻ യസ്തഗീസു ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്നവന്റെ പുറകിലുള്ള നമസ്കാരത്തിന്റെ വിധി. മൻ യദൂ ഗൈറല്ലാഹി യസ്തഗീസു ബിഗൈരില്ലാഹി ഔ യസ്ബഹു ലിഗൈരില്ലാഹി ഔ യദൂ അഹ്ലിൽ ഖുബൂർ ഫലാ തജൂസു സ്വലാ ഖൽഫ ലിഅന്നഹു കാഫിർ. അദ്ദേഹം പറയാണ്, ആരാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹു അല്ലാത്തവർ ഇസ്തിഗാസ ചെയ്യുന്നത്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇറക്കുന്നത്, അതല്ലെങ്കിൽ കുബൂരുകൾ, അഹ്ലുൽ കുബൂർ, കബറാളികളോട് ദുആ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഫലാ തജൂസു സ്വലാ ഖൽഫ, അത്തരം ആളുടെ പുറകിലുള്ള നമസ്കാരം അനുവദനീയമല്ല. ലിഅന്നഹു കാഫിർ, കാരണം അയാൾ കാഫിറാണ്. കാഫിറിന്റെ പുറകിലെ നമസ്കാരം അനുവദനീയമല്ല. അപ്പൊ കാഫിർ ആയതുകൊണ്ടും മുശ്രിക് ആയതുകൊണ്ടുമാണ് കുബൂരികളുടെ പുറകിൽ നമസ്കരിക്കരുത് എന്ന് പറയുന്നത്. മനസ്സിലായ? അത് ശ്രദ്ധിക്കണം. അല്ലാതെ ഷിർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമസ്കരിക്കുന്നില്ല, പക്ഷെ ആള് കാഫിറും മുശ്രിക്കും ആയിട്ടില്ല, കാഫിറും മുശ്രിക്കുമായി എന്ന് പറയണ്ട എന്ന് പറയുന്നത് അഹ്ലുസുന്നയുടെ വാദമല്ല. അത് മുബ്തദികളുടെ, ഇത്തരം അള്ളാഹുവിന്റെ ആയത്തുകൾ നിഷേധിക്കുന്ന ആളുകളുടെ നിലപാടാണത്. അത് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ സലഫികൾ എന്ന് പറയുന്ന ധാരാളം പ്രഭാഷകർ പറയുന്ന വാദമാണത്. ജനങ്ങളെ നിങ്ങൾ സത്യം മനസ്സിലാക്കുക. ഇനി ലജ്ന ദായിമയുടെ തന്നെ മറ്റൊരു ഫത്വ. ആ ചോദ്യം ഇതാണ്: الرجل يصلي ويصوم ويفعل جميع أركان الإسلام ومع ذلك كل يدعو غير الله حيث إنه يتوسل بالأولياء وينتصر بهم ويعتقد أنهم قادرون على. ഇത് ഒരു വലിയ ചോദ്യമാണ്. ഇതൊരാളെ കുറിച്ച് പറയാം. അയാൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ഇസ്ലാമിന്റെ എല്ലാ അർക്കാനുകളും കൊണ്ട് നടക്കുന്നുണ്ട്, അതിനോടുകൂടെ തന്നെ മഅസാലിക കുല്ലു യദ്ഉ ഗൈറല്ലാഹ്, ഇതിനോടൊക്കെ കൂടെ തന്നെ അയാൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ ഈ ഔലിയാക്കളുമായി തവസ്സുലാക്കുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ എന്നിട്ട് ആ ആളെ കുറിച്ചുള്ള ഹുക്കും ചോദിക്കാണ്. മൻകാൻ യുസല്ലി, അപ്പം അതിന് ലജ്ന ദായിമ ഫത്വ ഉത്തരം കൊടുക്കുന്നത്: മൻകാൻ യുസല്ലി വസൂമു വയഅതി ബി അർക്കാനിൽ ഇസ്ലാം ഇല്ല അന്നഹു യസ്തഗീസു ബിൽ അംവാദ് വൽ ഗായിബിൻ വൽ മലായിക വനഹു സാലിക ഫഹുവ മുശ്രിക്. ആ ആള് മുശ്രിക്കാണ്. ഇനിയിപ്പോൾ ഒരാൾ നിസ്കരിച്ചാലും നോമ്പ് തോറ്റാലും എല്ലാം ചെയ്താലും ആ ആള് മുശ്രിക്കാണ് എന്ന് പറയുന്നു ലജ്ന ദായിമ. അത് മുശ്രിക് ആയതുകൊണ്ടാണ് ഇത്തരം ആളുടെ പുറകിൽ നമസ്കരിക്കാൻ പാടില്ല. ഇനി അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല റാജി അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്നും
കിതാബുൽ അസ്ഇലത്തി വൽ അജ്വിബത്തി ഫിൽ ഈമാൻ വൽ കുഫ്ർ എന്ന കിതാബിൽ 31-ാമത്തെ പേജിൽ സുആൽ ഇസാനി അശ്റ ഹൽ തസിഹു സ്വലാത്ത് ഖൽഫ ഇമാം യസ്തഗീസു ബിൽ അംവാത് യത്ലുബുൽ മദദ് മിൻഹും അം ലാ. മരിച്ചവരോട് ഇസ്തിഗാസ ചെയ്യുകയും അവരിൽ നിന്ന് സഹായം ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇമാമുണ്ട്. അയാളുടെ പുറകിൽ നമസ്കാരം സ്വഹീഹാവോ അനുവദനീയമാണോ എന്നാണ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, സൗദിയിൽ പോയാൽ ചോദിക്കാം. അതിന് അദ്ദേഹം ജവാബ് കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. നേരെ ആദ്യം തന്നെ ജവാബ് എങ്ങനെ തുറക്കുന്നത്? അൽ ജവാബ് ഹാദ റജുൽ കാഫിർ, ഇയാൾ കാഫിറാണ്. الذي يستغيث بالأموات ويطلب المدد منهم ويسألهم قضاء الحاجات وتفريج الكربات هذا مشرك ولا تصح الصلاة خلفه والصلاة خلفه باطلة. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് മരിച്ചവരോട് ഇസ്തിഗാസ ചെയ്യുക, പിന്നെ അവരിൽ നിന്ന് സഹായം ചോദിക്കുക, അങ്ങനെയുള്ള ഇമാമിൻ്റെ പുറകിൽ നമസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം തുടങ്ങുന്ന തന്നെ ഇയാൾ കാഫിറാണ്. ഹാദ റജുൽ കാഫിർ, ഈ മനുഷ്യൻ, ഈ പുരുഷൻ, ഇയാൾ കാഫിറാണ് എന്ന് പറയണ തുടങ്ങുന്നത്. ആരാണോ മരിച്ചവരോട് ഇസ്തിഗാസ ചെയ്യുന്നത്, അവരിൽ നിന്ന് സഹായം ചോദിക്കുന്നത്, പിന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചോദിക്കുന്നത്, ബുദ്ധിമുട്ടകറ്റാൻ വേണ്ടി ചോദിക്കുന്നത്, ഹാദ മുശ്രിക്കുൻ, അയാൾ മുശ്രിക്കാണ്. വലാ തസിഹു സ്വലാ ഖൽഫ, അവൻ്റെ പുറകിൽ നമസ്കാരം സ്വഹിയാവൂല. വസ്സലാത്തു ഖൽഫ ബാത്തിലത്തുൻ, അയാളെ പുറകിൽ നമസ്കാരം ബാത്തിലാണ്, കാഫിറാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പറയണം. അപ്പം അത് ശ്രദ്ധിക്കുക. എല്ലാ KNMന്റെയും വിശ്വത്തിൻ്റെയും സംഘടന ഇല്ലാത്ത സംഘങ്ങളുടെയും സലഫി സംഘങ്ങളുടെയും എല്ലാം പ്രഭാഷകരോടും പണ്ഡിതന്മാരോടും പറയാനുള്ളത് അങ്ങനെ പറയണം. അങ്ങനെയാണ് അഹ്ലുസുന്നയുടെ ഇമാമുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് അഹ്ലുസുന്നയുടെ മൻഹജ്. നിങ്ങൾ ഈ പറയുന്നത് വ്യാജവാദമാണ്, മനസ്സിലാക്കുക. ഈ വാദം പറയുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്, എല്ലാവരെ കുറിച്ചും പറയുന്നില്ല. അടുത്തത് ഇബ്നു തൈമിയുടെ കിതാബ് ഫത്വ നൂറു അല ദർബ് ലിൽ ഫൈമീൻ, നൂറു അല ദർബ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വ. ഉത്തരം മാത്രം വായിക്കുക. ഫഅജാബ റഹിമഹുല്ലാ, ഇബ്നു തൈമീൻ ഉത്തരം കൊടുത്തു. അഖൂലു ഇന്ന ഹാസ റജുൽ ലദി യദഉ ഇലൽ ഇസ്തിഗാസത ബിഗൈരില്ലാഹ് മുശ്രികുൻ ദാഇൻ ഇല ശിർക്ക് വലാ യുസല്ലി അൻ യകൂന ഇമാമൻ ലിൽ മുസ്ലിമീൻ. അപ്പോൾ ഇത് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ യഖൂലു യൂജദു ഫീ ഖറിയത്തിന ഇമാം, ചോദ്യം പറയണം, യൂജദു ഫീ ഖറിയത്തിന ഇമാമുൻ മസ്ജിദ് യദഉ الناس الى الاستغاثه بغير الله من الاموات ويعتقد ذلك من الامور التي تقرب الناس الى الله تعالى فما حكم الاسلام ഫീ നദറക്കും ഫീ ഹാദ റജുൽ വമാ ഹുക്മു സ്വലാത്ത് ഖൽഫ ഹാദ. അപ്പോൾ ഒരു ഇമാമിനെ കുറിച്ച് ചോദിക്കണം, ഒരാൾ ഒരു നാട്ടിൽ നിന്ന് ചോദിക്കണം, അവിടെ ഒരു ഇമാമുണ്ട്, അയാൾ ഇങ്ങനെ ഈ മരിച്ചവരോട് ഇസ്തിഗാസ ചെയ്യുന്ന കാര്യങ്ങളോട്ടൊക്കെ ക്ഷണിക്കുന്ന ആളാണ്, അതൊക്കെ വിശ്വസിക്കുന്ന ആളാണ്, അയാൾ പള്ളിക്കത്തെ ഇമാമാണ്. അപ്പോൾ ആ ഇമാമിൻ്റെ പുറകിൽ നമസ്കരിക്കാൻ പറ്റുമോ എന്ന് ഇബ്നു തൈമീൻ റഹിമഹുള്ളയോട് ചോദിക്കണം. അപ്പോൾ അദ്ദേഹം ഉത്തരം കൊടുക്കാൻ ഫഅജാബ റഹിമഹുല്ലാ, ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹം ഉത്തരം കൊടുത്തു. അഖൂലു, ഞാൻ പറയുന്നു, ഇന്ന ഹാദർ റജുലുൽ ലദി യദ്ഉ ഇലാ ഇസ്തിഗാസത ബിഗൈരില്ലാഹി മുശ്രികുൻ ദാഇൻ ഇല ശിർക്ക്, ഈ മനുഷ്യൻ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്നതിലോട്ട് ക്ഷണിക്കുന്ന ഈ മനുഷ്യൻ ബിഗൈരില്ലാ മുശ്രിക്കിൻ, അങ്ങനെ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാൻ ക്ഷണിക്കുന്ന ഈ ചങ്ങാതി, ഇയാളെ ഈ ഇമാം മുശ്രിക്കാണ്. വലാ യുസഹി അൻ യകൂന ഇമാമൻ ലിൽ മുസ്ലിമീൻ വലാ യുസല്ല ഖൽഫ, ഇയാൾ മുസ്ലിമീങ്ങൾക്ക് ഇമാമായിരിക്കുക എന്നത് ശരിയല്ല. വലാ യുസല്ല ഖൽഫ, അയാളുടെ പുറകിൽ നമസ്കരിക്കാനും പാടില്ല. അപ്പോൾ ഇബ്നു തൈമീൻ റഹിമഹുല്ലാഹ് എന്താ പറഞ്ഞത്? അയാൾ മുശ്രിക്കായതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഇമാം നിൽക്കുക എന്നുള്ളത് അനുവദനീയമല്ല, അയാളെ ബാക്കിൽ നിസ്കരിക്കുക എന്നുള്ളതും അനുവദനീയമല്ല, മുശ്രിക്കായതുകൊണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ വ്യാജ പണ്ഡിതന്മാരോ വ്യാജ സലഫി പ്രഭാഷകരോ പറയുന്ന പോലെയാണോ പറഞ്ഞത്? അല്ല. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അപ്പോൾ ഇത്രയും ഫത്വകൾ ഞാൻ വായിച്ചത് നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ശരി. ഒരാൾ ഷിർക്ക് ചെയ്യുന്ന ആളോ, ഷിർക്കിന് വേണ്ടി വാദിക്കുന്ന ആളോ, തൗഹീദിന് എതിരെ നിൽക്കുന്ന ആളോ, അത്തരം കൂട്ടങ്ങളോട് കൂടെ നിൽക്കുന്ന ആളോ ആണെങ്കിൽ അയാളെ പുറകിൽ നിസ്കരിക്കാൻ പാടില്ല. കാരണം എന്താ? അയാൾ മുശ്രിക്കും കാഫിറുമാണ് എന്നതുകൊണ്ടാണ്. അതല്ലാതെ അയാൾ മുശ്രിക്കായിട്ടില്ല, കാഫിറായിട്ടില്ല, ഷിർക്ക് ചെയ്യുന്നതോട് നമസ്കരിക്കാതിരിക്കുക എന്ന വാദം അഹ്ലുസുന്നയുടെ വാദമല്ല, മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ അള്ളാഹുവിൻ്റെ മതത്തിലുള്ള വാദമല്ല, മുഅ്മിനീങ്ങളുടെയും മുസ്ലിമീങ്ങളുടെയും വാദമല്ല. അത് മനസ്സിലാക്കുക. ഇത്തരം പിഴച്ച വാദം പറയുന്ന സാലഫികളെന്ന് പറയുന്ന പ്രഭാഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വാദം മാറ്റണം. അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും ഫത്വകൾ ഞാൻ വായിച്ചത്. هذا والله أعلم وصلى الله وسلم وزيد وبارك على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.